എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. 2024 PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെ. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ കമ്പനി ബോർഡിലേക്കും രണ്ട് ഇതായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട്. അതിന്റെ തന്നെ NCA നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് KGTU ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ലോവർ ടൈപ്പ് റൈറ്റിംഗ് വേണം. അതേപോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ലോവർ ഷോർട്ട് ഹാൻഡും വേണം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അതായിരുന്നു. എന്നാൽ ഒരുപാട് പേർക്ക് മറ്റു പല യോഗ്യതകളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോ ഈ ഒരു PSCയുടെ വിജ്ഞാപനത്തില് KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറിന് ഇക്വാലന്റ് ആയിട്ട് കുറച്ച് കോഴ്സുകൾ PSC ഓൾറെഡി ടൈപ്പിസ്റ്റിന്റെ ഇതിനു മുൻപ് ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി പുറപ്പെടുവിച്ചിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് നോക്കി, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറിന് ഇക്വാലന്റ് ആയിട്ട് വരുന്ന മറ്റ് കോഴ്സുകളാണ് ഞാൻ പറയുന്നത്. ഇത് ആദ്യത്തെ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്. ഓക്കെ, അപ്പൊ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ മലയാളം ലോവറിന് ഈക്വൽ ആണ്. Then diploma in commercial practice general, diploma in secretarial practice general, diploma in shorthand and typewriting. ഈ ഒരു കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ മലയാളം ലോവറിന് ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലോവറിനും ഈക്വൽ ആണ്. ഏതൊക്കെയുണ്ടെങ്കിൽ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ജനറൽ, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ. ഓക്കെ, KGTയുടെ ഹയർ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ലോവറിന് ഈക്വൽ ആണ്. അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. ലോവർ പാസ്സായിട്ടാണല്ലോ നിങ്ങൾ അത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ KGT ലോവർ ഇംഗ്ലീഷിനും മലയാളത്തിനും ടൈപ്പ് റൈറ്റിംഗ് അതിന് ഈക്വൽ ആയിട്ട് വരുന്ന കോഴ്സുകളാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. VHSCയുടെ ഓഫീസ് സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ, സെക്രട്ടറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ, ഇതൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈക്വൽ ആയിട്ട് വരും. ഇനി ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് വേണമെന്ന് KGT അല്ലെ. അതിന് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതാണ്? VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, DCA, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, KGT ഇംഗ്ലീഷ് ഹയർ, ടൈപ്പ് റൈറ്റിംഗിലെ ഇംഗ്ലീഷ് ഹയർ. അപ്പൊ ഇത് ഏതിന് ഈക്വലന്റ് ആണ്? കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് ഈക്വൽ ആണ്. ദെൻ ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന് ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ഹാൻഡ് ആണ് അല്ലെ. ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലോവർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനും ഏത് ഈക്വൽ ആണ്? ഈ ഒരു VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. ഇത് നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ അത് ഏതിനും ഈക്വലന്റ് ആണ്? ഷോർട്ട് ഹാൻഡ് ലോവറിനും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, KGT നടത്തുന്ന പരീക്ഷയല്ലാതെ നിങ്ങൾ ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ VHSC കോഴ്സുകളോ പാസ്സായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് വെച്ച് ഇക്വാലൻസി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടത്. ലോവർ ആണ്, വെറും ലോവർ ആണ്. ടൈപ്പ് റൈറ്റിംഗ് ആയാലും അതുപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ആയാലും ലോവർ ആണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ കമ്പനി ബോർഡിലേക്കും ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അതും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട്. അപ്പോൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്. അതിന് ഇനി ഏകദേശം ഒരു കൊല്ലത്തിനടുത്തും കൂടെയൊക്കെ ഉണ്ട്, ഒരു കൊല്ലത്തിലധികം ഉണ്ട്. പല ജില്ലകളിലും കാലാവധി ഉണ്ട്. അപ്പോഴേക്കും അടുത്ത ഒക്ടോബറോട് കൂടിയിട്ടാണ് നമ്മളോട് എക്സാം പറഞ്ഞിരിക്കുന്നത്. പ്രിലിംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഒക്ടോബറോട് കൂടിയിട്ടാണ് നമ്മുടെ മെയിൻ എക്സാം ഉണ്ടാവുക. അപ്പൊ ആ ഒരു മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ OMR എക്സാം ആണ് നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന് ഗ്രേഡ് 2ന്
ഡിക്റ്റേഷൻ ടെസ്റ്റും ഇന്റർവ്യൂവും ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാൽ OMR ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് OMR ടെസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങേണ്ട സമയമാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല ഒരു ക്വാളിഫിക്കേഷൻ ആണ്. നല്ലൊരു പോസ്റ്റിലേക്ക് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ കമ്പനി ബോർഡിലേക്കുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിരിക്കുകയാണ്. അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിടക്കുകയാണ്. നിങ്ങൾ PSC പ്രൊഫൈലിൽ കയറാം. ഈ വരുന്ന ജനുവരി 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരുമിച്ച് കുറച്ച് പരീക്ഷകൾ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലെ. LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയിലൊക്കെ റാങ്ക് ലിസ്റ്റില് നല്ല സ്ഥാനം നേടിയ ആൾക്കാരാണ് പലരും ഇപ്പോൾ സർവീസിൽ കയറി. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എപ്പോഴും കൂടെയുണ്ട്. അപ്പൊ ആദ്യം ഇവിടെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് OMR പരീക്ഷയ്ക്ക് തന്നെയാണ്. അപ്പൊ അതിന് സിലബസ് അറിഞ്ഞ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. പുതിയ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ ടൈം ടേബിൾ അനുസരിച്ച് മെന്റർഷിപ്പോട് കൂടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ നേരിട്ട് വിളിച്ച് എൻക്വയറി എടുക്കുന്നതായിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനുള്ള ഒരു ഫ്രീ ഗ്രൂപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്